എടീ നല്ല വേണ്ടേ, നീ എങ്ങാട്ട് പോവുകയാണ്? അല്ലെ നീ എങ്ങാട്ട് പോവാന്നാ പറയണത്? ആണ്ട കൊച്ചു മുതലാളി നമുക്ക് വള്ളവും വലയും തരത്തില്ല. പോ മരക്കാര്, ഓടി മരക്കാത്തി. സിനിമയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചൊരു മനുഷ്യനാണ്. പക്ഷേ സിനിമ ഇവിടെ ഇല്ലല്ലോ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലഘട്ടത്തിൽ റേഡിയോയുടെ മാത്രം പ്രചാരണം മാത്രമേ ഉള്ളൂ. ഞാൻ കളിച്ച നാടകം ചിലന്തി, പോളിസി, നയൽ, ഈ 3 നാടകത്തിന് ഞങ്ങൾക്ക് പ്രൈസൊക്കെ കിട്ടി. അതിലെ നയൽ എന്ന കഥാപാത്രത്തിലെ മുല്ലാക്കാട് വേഷമാണ് ഞാൻ ചെയ്തത്. തിലകൻ ചേട്ടനോട്ട് നേരെ നേരെ 2 ഡയലോഗ് പറയാനുള്ള അവസരം അത് ഞാൻ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ വലിയ നടന്റെ കൂടെയൊക്കെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അപൂർവ ഭാഗ്യമാണ്. അങ്ങനെയൊക്കെ ഒരു അപൂർവ ഭാഗ്യം ഉണ്ട്. പക്ഷെ അത് ബ്രൈറ്റ്നസ് ആകാതെ ഇപ്പോഴും നിൽക്കുകയാണ്. അനുരാഗ നർമ്മത തീരത്തു നിൽപ്പു. നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്പോട്ട്ലൈറ്റിന്റെ മനോഹരമായ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് സ്പോട്ട്ലൈറ്റിലെ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാനായി നമ്മളോടൊപ്പം കൂടെ എത്തിയിട്ടുള്ളത് മലയാള നാടക സിനിമാ രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നമ്മുടെ സ്വന്തം വൈക്കം ദേവ് സാറാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഇന്നത്തെ അധ്യായത്തിലൂടെ ചോദിച്ചറിയാം. നമസ്കാരം സാർ, സ്വാഗതം നമ്മുടെ സ്പോട്ട്ലൈറ്റിലേക്ക്. ഓക്കെ സാർ. ഓക്കെ സാർ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു? വിശേഷം സുഖം തന്നെ. ജീവിതത്തില് ഞാൻ പണ്ട് തൊട്ട് 40 വർഷമായി കലാരംഗത്ത് ഇങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിട്ടെ. അപ്പം അതുകൊണ്ട് ഈ നിമിഷം വരെ കലാരംഗത്ത് ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ വയസ്സ് 65 ആയി. അപ്പം ആദ്യം തുടക്കത്തിൽ ഞാൻ കഥാപ്രസംഗമായിരുന്നു എൻ്റെ പരിപാടി. അത് പാലിച്ചൊരു ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് അത് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. ഈ ലൈവ് ആണല്ലോ. ഈ ഓർക്കസ്ട്ര ഒക്കെ വായിക്കാൻ വന്നവർ അവസാനം വേറെ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് നിന്നു. കുറേ കഥ പറഞ്ഞു. അതിനുശേഷം അങ്ങനെയാണ് ആ പേര് വരാനും വൈക്കം ദേവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതെ, ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിശേഷം എന്ന് പറയുന്നത് 1947 പ്രണയം തുടരുന്നു എന്ന സിനിമയാണല്ലോ. സിനിമയിൽ ഒരു കഥാപാത്രം ചെറിയൊരു കഥാപാത്രം കിട്ടി. അതെ, അപ്പൊ ആ ഒരു സിനിമയെ കുറിച്ച് പറയാമോ? ആ സിനിമ എന്ന് പറയുന്നത് പ്രായമുള്ള 2 ആളുകളുടെ പ്രണയമാണ്. അതെ, അതിൽ പിന്നെ ആദ്യത്തെ അദ്ദേഹം കല്യാണം കഴിക്കാതെ നിൽക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. പിന്നെ അതിനുശേഷം പുള്ളി കല്യാണം കഴിക്കുന്നു. അതിൽ കുറച്ച് 2-3 മക്കളൊക്കെ ഉണ്ടാവും. അവരെല്ലാം ഇങ്ങേർക്ക് ഒത്തിരി ഏക്കർ കണക്കിന് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങേർക്കത് പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ട് വൈമുഖ്യമുള്ള ഒരാളും കൂടിയാണ്. പിള്ളേരൊന്നും ശല്യപ്പെടുന്നു. ഇയാൾക്കത് ദുരിതമായി തീർന്നു. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, ആ കഥാപാത്രത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയിൽ കിട്ടുന്നില്ല, അദ്ദേഹം അഭിനയിച്ചത്. ആ പുള്ളിയോട് പറഞ്ഞു, ഒരു കല്യാണം കഴിക്കും, ഒരു കൂട്ടിന് ആളാവുമല്ലോ. അങ്ങനെ അയാൾ ഒരു അന്തേവാസി ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഇവരും അവിടെ ശുശ്രൂഷയ്ക്കായിട്ട് നിൽക്കുന്നു. അപ്പോൾ അവരുമായിട്ട് ഒരു പ്രണയം തുടരുന്നു. ആ പുള്ളിയുടെ ആ സുഹൃത്തിൻ്റെ ഓരോ സുഹൃത്തുക്കളാണ് ഞങ്ങൾ. അത് വെച്ചിട്ടാണ് ആ കഥാപാത്രം ചെയ്തത്. എങ്ങനെയാണ് സാർ ഈ ഒരു സിനിമയിലേക്ക് എത്തിയത്? സിനിമയിലേക്ക് എത്തുക പറഞ്ഞാൽ യാദൃശ്ചികമായിട്ടാണ്. കഥാപ്രസംഗം കഴിഞ്ഞ് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ബാലരംഗത്തേക്ക് വന്നു. അത് എസ് പി പിള്ളച്ചേട്ടൻ്റെ അനന്തരം നടത്തുന്ന ഒരു ബാലയായിരുന്നു. ആ വഴിയാണ് എസ് പി പിള്ളച്ചേട്ടനെ അവസാനമായി ഒന്ന് കാണാൻ എനിക്കൊരു ഭാഗ്യം ഉണ്ടായത്. അന്ന് ഫിഗർ ഇല്ലായിരുന്നു എനിക്ക്, നല്ല മുടി, വേറൊരു ചെറുപ്പമായിരുന്നു. അങ്ങനെ എസ് പി പിള്ളച്ചേട്ടനെ അമ്പലത്തിൻ്റെ അവിടെ പോയി കണ്ടു സംസാരിച്ചു. പുള്ളി ഒരു പ്രത്യേക ശൈലിയാണ്. നീ പോയി കളിക്ക്, പോ ബാലയെ കളിക്ക് എന്നും പറഞ്ഞു വിട്ടു. അങ്ങനെ ആ ബാലയെ കളിച്ചിരുന്ന സമയത്താണ് പല്ലാങ്കുഴി എന്നും ഒരു പടം കേട്ടിട്ടുണ്ട്. വി സാംബശിവനാണ് നായകൻ, രൂപ നടി. അതിൽ എസ് പി പിള്ളച്ചേട്ടൻ്റെ അവസാന പടമാണ്. ആ പടത്തിനകത്ത് എനിക്കൊരു ചെറിയൊരു വേഷം തരപ്പെട്ടു. അതിനകത്തൊരു നാടക സീനായിരുന്നു. അതാണ് തുടക്കം. ഞാൻ പണ്ട് തൊട്ടേ സിനിമയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചൊരു മനുഷ്യനാണ്. പക്ഷേ സിനിമ ഇവിടെ ഇല്ലല്ലോ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലഘട്ടത്തിൽ റേഡിയോയുടെ മാത്രം പ്രചാരണം മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഇപ്പം മാധ്യമങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള കാലഘട്ടങ്ങളിലാണ് ഞങ്ങൾ
ഇതുതന്നെയല്ല, ഞങ്ങൾ കുറേ ഏറെ ഏകാംഗ നാടക മത്സരം പോകുമായിരുന്നു. അന്നത്തെ ഏകാംഗ നാടക മത്സരം എന്ന് പറഞ്ഞാൽ ഹൈ പ്രൊഫഷണാലിറ്റിയാണ്. ഇപ്പോൾ ഉള്ള പ്രൊഫഷണൽ നാടകത്തിനാൽ വെല്ലുന്ന നാടകങ്ങളാണ് വന്നത്. ഞാൻ കളിച്ച നാടകം ചിലന്തി, പോളിസി, നയൽ, ഈ 3 നാടകത്തിന് ഞങ്ങൾക്ക് പ്രൈസൊക്കെ കിട്ടി. അതിലെ നയൽ എന്ന കഥാപാത്രത്തിലെ മുല്ലാക്കയുടെ വേഷമാണ് ഞാൻ ചെയ്തത്. അങ്ങനെയൊക്കെ ഓരോ സന്ദർഭങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക, ഓരോ ഇതായിട്ട്. ആ ഒരു വേളയിലാണ് കൊച്ചിൻ നാടകവതി കുയിലഞ്ചേട്ടൻ്റെ ജനരോഷ നാടകത്തിൻ്റെ ഒരു വേഷം കിട്ടിയത്. ആ കാലയളവിൽ തന്നെയാണ് കൊച്ചിൻ മരിയ കമ്മ്യൂണിക്കേഷൻ്റെ ബൈബിൾ നാടകത്തിൽ വിശുദ്ധ പത്രോസ് എന്ന് പറഞ്ഞ നാടകത്തിൽ അഭിനയിക്കാൻ കിട്ടിയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ സന്ദർഭത്തിലാണ് മംഗല്യസൂത്രം എന്ന പടത്തിൽ എനിക്ക് വേഷം കിട്ടുന്നത്. അതൊക്കെ മുമ്പായിട്ട് അനിൽ ബാബു സാറിനെ പരിചയപ്പെടും. സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി എന്ന പടത്തിനകത്ത് മരിച്ചുപോയ മീനാ ഗണേഷ് ഉണ്ടല്ലോ, അവരുടെ കൂടെ ഒരു ചെറിയ വേഷം എനിക്ക് കിട്ടി. അവരന്ന് മീനാ ഗണേഷ് ഒന്നും എനിക്കറിയത്തില്ല, മരിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ രൂപം മനസ്സിലായത്. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. അതിലുപരി ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. കുടുംബവിശേഷം എന്ന പടത്തിനകത്ത് തിലകൻ ചേട്ടനുമായിട്ട് നേരെ 2 ഡയലോഗ് പറയാനുള്ള അവസരം. അതും നമ്മുടെ യൂട്യൂബിലും ഉണ്ട്, ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ട്. ആണല്ലേ? അന്നേരം ആ തിലകൻ സാറുമായിട്ടുണ്ടായിരുന്ന ആ ഒരു ഡയലോഗ് പറഞ്ഞപ്പോൾ നമുക്ക് ആ ഡയലോഗ് അന്നത്തെ തിലകൻ ചേട്ടൻ്റെ ഡയലോഗ് അല്ല, ആ ഒരു സമയത്ത് നമുക്ക് കിട്ടിയ ഒരു കിട്ടിയപ്പോൾ ഭയങ്കരല്ലേ, ഭയങ്കര സന്തോഷമായി. കാരണം നമുക്ക് ആ ആളെ സങ്കല്പിക്കാൻ പോലും പറ്റിയല്ലോ. പുള്ളി എന്നിട്ട് നേരെ തിരിച്ചെന്നോട് ചോദിച്ചു, നിങ്ങൾ നാടകത്തിൽ കളിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട് സാറേ. പുള്ളിയുടെ മരുമകനെ പുകഴ്ത്തുമ്പോൾ ടാക്സി സ്റ്റാൻഡിലെ ഡ്രൈവേഴ്സായിട്ടാണ് പുള്ളി, ഡ്രൈവറാണ് പുള്ളി. അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ 2 ഡയലോഗ് എനിക്കത് കിട്ടി. അത് ഞാൻ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ വലിയ നടൻ്റെ കൂടെയൊക്കെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അപൂർവ ഭാഗ്യമാണ്. അതുപോലെ ഇന്നസെൻ്റെ കൂടെയാണ് സാക്ഷാൽ ശ്രീമാൻ ചേർത്തൻ. ഇന്നസെൻ്റെ കൂടെ തന്നെ ഞാൻ ഇത് ബോബനും മോളി ഇത് പ്രസിഡന്റ് ഒരു പടമുണ്ട്, അത് ഇറങ്ങിയില്ല, അത് 8 നില അത് നിന്നുപോയി. അങ്ങനെയൊക്കെ ഒരു അപൂർവ ഭാഗ്യം ഉണ്ട്. പക്ഷേ അത് ബ്രൈറ്റ്നസ് ആകാതെ ഇപ്പോഴും നിൽക്കുകയാണ് കുറേയേറെ. പിന്നെ ഈ കാലയളവ് കഴിഞ്ഞതിനെ ഈ എസ് പി പിള്ളച്ചൻ്റെ ഫിഗറിലേക്ക് വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ജയകുമാർ കെ പൗത്രൻ എന്ന് പറഞ്ഞൊരു ഗാനരചയിതാവുണ്ട്. അദ്ദേഹം കുറെ പടത്തിൽ പാട്ട് എഴുതിയായിരുന്നു. ഈ സോളാർ സ്വപ്നം, ആകാശങ്ങളിരിക്കുന്ന ആ പാട്ടിന് പുള്ളിക്ക് ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയായിരുന്നു. അപ്പോൾ പുള്ളിയുടെ കല്യാണത്തിന് എന്നെ ഞാൻ പുള്ളിയായിട്ട് ഭയങ്കര കമ്പനിയാണ്. എന്നോട് ചേട്ടാ എൻ്റെ കല്യാണത്തിന് ചേട്ടനൊരു പ്രോഗ്രാം ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ അവരെന്ത് പ്രോഗ്രാം? ചേട്ടൻ ചെയ്യണം, ചേട്ടൻ നല്ല കഴിവുണ്ട്, അതുകൊണ്ട് ചെയ്യേ പറ്റുള്ളൂ. ഞാൻ പറയും ജയകുമാറെ എന്താ ചെയ്യേണ്ടത് എനിക്കറിയത്തില്ല, ഞാൻ ആലോചിക്കട്ടെ. അപ്പം അങ്ങനെ ഇരിക്കെ പശു എന്നൊരു സിനിമയിൽ എനിക്ക് മുണ്ടക്കയത്ത് വെച്ചൊരു ഷൂട്ടിൽ എനിക്ക് 3 ദിവസത്തെ വർക്ക് കിട്ടി. അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഒരു പ്രസിദ്ധ നടനുണ്ടോ നന്ദു എന്നെ കണ്ടിട്ട് പറഞ്ഞു, കുറച്ച് നേരം എന്നെ നോക്കി നിന്ന് എന്നെ വിളിച്ചു തനിക്ക് എസ് പി പിള്ളച്ചൻ്റെ ഫിഗർ ഉണ്ടല്ലോ, ഞാനിത് മഞ്ജു ചേച്ചിക്ക് ഫോട്ടോ എടുത്ത് അയക്കും കേട്ടോ. അവർ അയച്ചോ, എനിക്ക് സന്തോഷം. മഞ്ജു പിള്ള അങ്ങനെ ഇരുന്ന സന്ദർഭം അവർ അയച്ചു കാണാം, നമുക്ക് അതിൻ്റെ റിപ്ലൈ എന്ന് പറയാം. ഞാൻ പറഞ്ഞു ജയകുമാറിനെ വിളിച്ചിട്ട് പറഞ്ഞു വൈകുന്നേരം റഷ് ടൈമിന്, ജയകുമാരെ ഐഡിയ കിട്ടി കേട്ടോ, ഞാനത് വന്നിട്ട് ചെയ്യാം. എന്താ ഐഡിയ? ഞാൻ എസ് പി പിള്ളച്ചേൻ്റെ ഫിഗറാന്ന് എന്നോട് നന്ദു പറഞ്ഞു. അടി കൊള്ളാം. അപ്പോൾ ജയകുമാറിൻ്റെ ഉടനെ 2 ദിവസത്തിനുള്ളിൽ കേരളടി നിന്നെ ഞാൻ കിട്ടുന്ന കാലത്ത് ആ പാട്ടിട്ടെന്ന് അത് ഇന്നും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹമാണ് ആ പാട്ടിലേക്ക് എന്നെ ക്ഷണിച്ചത്. അങ്ങനെ ഒരു വഴിത്തിരിവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഈ സിനിമ ജനനം 1947 പ്രണയം തുടരുന്നു എന്ന പ്രണയം തുടരുന്ന നല്ലൊരു വേഷമായിരുന്നു. പക്ഷെ അവിടെ ഒരു സ്പ്ലിറ്റിംഗ് വന്നുകൊണ്ടാണ് ചെറിയ വേഷത്തിലേക്ക് അത് സ്വാഭാവികമാണല്ലോ. ഇപ്പോൾ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ജയരാജ് കോഴിക്കോട് സാറും അതുപോലെ തന്നെ നമ്മുടെ ലില്ലി സാംസൺ മാമും കൂടിയാണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പൊ അവരെന്ന് പറഞ്ഞാൽ ആ ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളാണ്. ഈ ഒരു സിനിമ പറയുന്നതും ഒരു പ്രായമായി കഴിയുമ്പോൾ നമുക്കൊരു കൂട്ട് വേണം എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് ഇത് കഥ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ അവരുടെ ഒക്കെ കൂടെ സാറിന് അഭിനയിക്കാനായിട്ട് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതെ. അപ്പൊ അവരെ കുറിച്ച് ഒന്ന് പറയാമോ? അവരെന്ന് പറഞ്ഞാൽ എനിക്ക് അവരുടെ കൃത്യമായിട്ടുള്ള ഹിസ്റ്ററി അറിയാൻ പാടില്ല. ജയരാജ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റാണ് അത് അഭിനയിച്ചിരിക്കുന്നത്. മറ്റതൊരു ഉത്തരേന്ത്യക്കാരത്തി ഞാൻ തോന്നുന്നത്. അവര് രണ്ടുപേരും നന്നായിട്ട് അഭിനയിച്ചു, ഗംഭീരമായിട്ട് അഭിനയിച്ചു. ജയരാജ് തൃശ്ശൂരം കണ്ടുള്ള ഒരാളാണ്, സൗഹൃദമായിട്ട് ബന്ധം പുലർത്തിയ പോയിരിക്കണം. നല്ല മനുഷ്യനാണ്. പുള്ള കൂടെയൊക്കെ അഭിനയിക്കാൻ സാധിച്ചവരുടെ സന്തോഷമുണ്ട്.
സിനിമ കണ്ടായിരുന്നോ? ഇല്ലല്ലോ. കണ്ടായിരുന്നു. അപ്പൊ ആ സിനിമ നന്നായിട്ട് അഭിനയിച്ചവര്. അപ്പൊ അതിനകത്ത് നമുക്ക് അതിനകത്ത് ചെറിയ വേഷമാണ് കിട്ടി, വളരെ സന്തോഷമുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തിലൊക്കെ ഇരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴാണ് ഈ ഷെഫീഖിന്റെ സന്തോഷം. അത് ആ ഉണ്ണിമുന്തന്റെ അതിനകത്ത് രണ്ടമ്മമാരിൽ ഒരു അമ്മാവനാണ്. അത് വിനോദം പറഞ്ഞൊരു കൺട്രോളറാണ് എനിക്ക് ആ വേഷം തന്നത്. പിന്നെ ഇത് കൂടാതെ കുറെ പടത്തിനകത്ത് വേഷങ്ങള് സയാം സിരട്ടകൾ, പുതുക്കോട്ടയിലെ പുതുമണവാൾ മാളച്ചേട്ടൻ്റെ കൂടത്തിൽ. മാളച്ചേട്ടനെ എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. കാരണം എന്നെ ദാസേ എന്നാ പുള്ളി വിളിക്കുന്നത്. ദേവേ ദേവ എന്നല്ല, ദാസേ ദാസൻ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് വായി കിട്ടി അന്നേരം. ഞാൻ പുള്ളിയുടെ കൂടെ ഒരു കോമഡി കാണിച്ചായിരുന്നു. ആ ദാസ ഇങ്ങോട്ട് പാടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഷാഫി മെക്കാട്ടിനായിരുന്നു അതിൻ്റെ ആള്. വിളിച്ചു, ആ പുള്ളി അങ്ങനെ അത്ര കോമഡി നമ്മൾ റിഹേഴ്സൽ ഇടാത്ത സാറേ ദാസ് നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അങ്ങനെ ഒരു വാക്ക് എനിക്ക് കിട്ടി മാളച്ചേട്ടൻ്റെ ആ ഇതില്. അതും ഒരു വലിയ ബുദ്ധിമുട്ടായിപ്പില്ല, പുള്ളി ഇല്ലല്ലോ. അങ്ങനെ കുറച്ച് ഗുണങ്ങളൊക്കെ കിട്ടി വന്നതാണ്. പിന്നെ അശോകരാൻ്റെ ബാലെ ട്രൂപ്പിൽ ഒരു 6 വർഷം നിന്നു. അങ്ങനെ അവിടെയുള്ള പ്രമുഖരായിട്ടുള്ള SI വരെ അഭിനയിച്ച ഒരു ഹൈ പ്രൊഫഷണൽ ബാലെ ട്രൂപ്പാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ട്രൂപ്പായിരുന്നു. ഇപ്പൊ ഇല്ല, നിന്നുപോയി. ഓക്കെ. ഇപ്പോ നമ്മള് ഈ ഇത്രയും സിനിമയിലൊക്കെ അഭിനയിച്ചല്ലോ, ഈ സിനിമയൊക്കെ നമ്മള് തിയേറ്ററിൽ പോയിട്ടൊക്കെ കാണാറില്ലേ? അപ്പൊ ആ സമയത്ത് തന്റെ മുഖം സിനിമയില് അല്ലെങ്കിൽ തിയേറ്ററിൽ കാണുമ്പോൾ ഒത്തിരി പേര് കണ്ടോണ്ടിരിക്കുമായിരിക്കുമല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഫീലിങ്സ് എന്ന് പറഞ്ഞാല് വലിയൊരു സന്തോഷമായിരുന്നു. പിന്നെ നമുക്കൊരു മുഖം എന്ന് പറഞ്ഞാല്, ഞാനത് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാല്, നമ്മുടെ കാലശേഷം കഴിയുമ്പോൾ ആർക്കെങ്കിലും ഒന്ന് കാണുന്നത് ദേവേനെ കണ്ടിട്ടൊത്തിനാളെ ഏതെങ്കിലും ഒരു പടം കിട്ടുവാണെങ്കിൽ കാണുവാണെങ്കിൽ അതിനകത്തുണ്ടല്ലോ. അതിനു വേണ്ടി സത്യം ഒന്നാമത്തെ പ്രശ്നം, ഏറ്റവും വലിയ പ്രമാദമായ കേസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളായി തന്നെ അറിയിക്കണം, നമ്മൾ നാട് ഉണർത്തണം. അങ്ങനെ അറിയപ്പെടാവുന്ന ഒരു ഗ്രാമം ഇപ്പോഴും കിടപ്പുണ്ട്, കടുവാക്കുളം. ആന്റണി കാരനാണ് കടുവാക്കുളം എന്ന് പേര് കിട്ടുന്നത്. അല്ലെ കടുവാക്കുളം ആരും അറിയില്ല, കടുവാക്കുളം ആന്റണി. അപ്പോൾ നമ്മൾ കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, ഇവരെല്ലാം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിനെ നമ്മൾ ഉണർത്തണം, സാംസ്കാരിക തലങ്ങളെ ഉയർത്തണം. ഇത് ഇപ്പോഴത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയതെന്ന് പറഞ്ഞാൽ നാടക രീതിയിലായിരുന്നു സിനിമയിലെല്ലാം അഭിനയിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് അത്രയും സൗന്ദര്യം. അന്ന് സൗന്ദര്യമുള്ളവർ മാത്രമേ എടുക്കുള്ളൂ. കാലക്രമേണ കാലാന്തരം കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീനിവാസൻ കയറി വന്നപ്പോഴാണ് സിനിമയ്ക്ക് സൗന്ദര്യം വേണ്ട എന്ന് പറഞ്ഞത്. പിന്നെ പഴയ ഫിലിമിൽ അഭിനയിക്കുന്ന പല്ലാങ്കുഴി ഫിലിം വെച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് അഭിനയിച്ച മുഴുവനും ഇപ്പോൾ പുതിയ രീതിയിലാണല്ലോ. അപ്പം ഒരു ടേക്കിൽ 5 ടേക്കിൽ 20 ടേക്കിൽ 30 ടേക്ക് എടുത്താലും നോ പ്രോബ്ലം, പൈസ പോകില്ല. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാം അഭിനയിക്കാനുള്ള ആവേശം കൂടുന്നത്. നസീറിൻ്റെ കാലഘട്ടത്തിൽ, സത്യൻ്റെ കാലഘട്ടത്തിലൊന്നും അന്നത്തെ പിള്ളേരാരും വന്നിട്ട് നായകന്മാരായിട്ട്, ഞാൻ ആരെയും നിഷേധിച്ച് പറഞ്ഞല്ല, ആകാൻ പറ്റില്ലായിരുന്നു. കാരണം അതിൻ്റെ ഒരു ട്രെൻഡ് വേറെയാണ് അവിടെ. ആ ഒരു രീതി ഞാൻ പറഞ്ഞു വെച്ചത്, നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇപ്പോൾ അഭിനയിക്കാൻ എളുപ്പമാണ്. കാരണം സാധാരണ നമ്മളിപ്പോൾ സംസാരിക്കണ പോലെ സംസാരിച്ചാൽ മതി. പണ്ട് അങ്ങനെ പറ്റില്ല, എടുത്ത് അഭിനയിക്കണം. അതെ, ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു സിനിമയിലൊക്കെ കയറാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പൊ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്, അതുപോലെ ക്യാമറയുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാണ്ടിരുന്നൊരു സമയം ഉണ്ടായിരുന്നു പഴയ കാലത്ത്, അതായത് സാറിന്റെ ഒക്കെ സമയത്ത്. അപ്പൊ ആ സമയത്ത് ആദ്യമായിട്ട് നമ്മൾ നാടകത്തിലേക്ക് വരിക എന്ന് പറയുമല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ആദ്യമായിട്ട് ഒരു നാടകത്തിലേക്ക് ചേക്കേറിയത്? ആദ്യമായിട്ട് നാടകത്തിൽ ചേക്കേറിയെന്ന് പറഞ്ഞാൽ പണ്ട് പള്ളി സ്ഥലങ്ങളിലും അമ്പല സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ എപ്പോഴും ഈ പരിപാടി കാണാൻ പോയി. അന്ന് ഉറക്കം ഉളയ്ക്കുന്നതിൽ ആർക്കും മടിയില്ലായിരുന്നു. 1 മണി വരെ 3 മണി വരെ ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ അത് പറ്റില്ല. ഇന്ന് 10 മണി കഴിഞ്ഞാൽ പ്രോഗ്രാം വിലക്കും. ആ ഒരു സാഹചര്യമാണുള്ളത്. അപ്പം കണ്ടുകൊണ്ടിരുന്നപ്പം അന്നത്തെ കാലത്തെ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന എനിക്കൊരു പുതുമ തോന്നി. ഇത് വല്ലാത്തൊരു ആള്, ഇത് ആളുകൾ തന്നെയാണോ അഭിനയിക്കണമെന്നൊക്കെ തോന്നി. ഞാൻ അവരോടൊക്കെ ചെന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത്. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കും തോന്നി, ഇത് നമുക്കും പറ്റുമല്ലോ. അങ്ങനെ ഒരു കൊതി തോന്നി. ഒരാളോട് ചോദിച്ചു, ഒരു നാടകത്തിനൊരു വേഷം തരുമോ? അങ്ങനെ ഒരു നാടകത്തിനകത്ത് എനിക്കൊരു വേഷം കിട്ടി. പിന്നെ ആണ് ഈ നാടക മത്സരം വന്നപ്പം ഈ ആളുകളൊക്കെ സംഘടിപ്പിക്കുന്നത് ഉള്ളവർ വെച്ചിട്ടാണ് മത്സരം നടക്കുക. കംപ്ലീറ്റ് മത്സരം മേളയായിരുന്നു. കുറേ വർഷം നാടക മത്സരം, ഏകാംഗ നാടക മത്സരം പറഞ്ഞ് ഭയങ്കര ഇടപാടാണ്. അപ്പൊ ഈ കേരളത്തിലുള്ള എല്ലാ കലാകാരന്മാരെയും ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ഹൈ പ്രൊഫഷണൽ ആയിരുന്നു അന്നത്തെ ഏകാംഗ നാടകം. ഇന്നിപ്പോൾ അതൊന്നുമില്ല. ഇന്നിപ്പോൾ സിംബോളിക് ആയിക്കൊണ്ടോ ആർക്കൊന്നും മനസ്സിലായില്ല. കൊച്ചുകുട്ടികൾ എന്നാ കാണിക്കണമെന്ന് അവർക്ക് പോലും അറിയാൻ പാടില്ല. പണ്ടായിരുന്നു അതിന്റെ കറക്റ്റ് മൂവ്മെന്റ് ഒക്കെ. പെട്രോൾ മാക്സ് കത്തിച്ച് നാടകങ്ങൾ ഇങ്ങനെ ഞങ്ങട്ടുണ്ട്.
അന്ന് മൈക്കില്ലാഞ്ഞിട്ട് മെഗാഫോണില്ലേ അത് വെച്ച് നാടകം കളിക്കണ എൻ്റെ ഞാൻ നേരിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കാലഘട്ടം. അന്ന് ഈ മറ്റു മാധ്യമങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റാതെ വന്നത്. ഇപ്പൊ ഈ പ്രായമായപ്പോഴാണ് ഈ പരിപാടികളൊക്കെ നടത്തി വെച്ചിരിക്കുന്നത്. ഇത്രയും നടത്തിയത് എന്റെ ഏജ് കഴിഞ്ഞിട്ടാണ്. ഇപ്പൊ ആദ്യമായിട്ട് നാടകത്തിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഏത് പ്രായത്തിലായിരുന്നു അത്? അതൊരു 16 വയസ്സ്. 16 വയസ്സിൽ. ഈ 16 വയസ്സില് വീട്ടിലൊക്കെ നമ്മൾ പറയും എനിക്ക് നാടകത്തിൽ അഭിനയിക്കാനാണ് താല്പര്യം എന്നൊക്കെ പറയുമ്പോൾ വീട്ടുകാരുടെ അഭിപ്രായം എങ്ങനെയായിരുന്നു? വീട്ടുകാരെന്ന് പറഞ്ഞാൽ എൻ്റെ 5 വയസ്സിൽ അപ്പം മരിച്ചുപോയി. പിന്നെ അമ്മയാണ്. അമ്മ മറ്റ് പല പരിപാടികളൊക്കെ ഇങ്ങനെ പോയി. ചേട്ടന്മാരാണ്. പിന്നെ അവരിൽ 2 പേര് ഇത്തിരി കലാകാരന്മാർ. പണ്ട് ഈ പരിചമുട്ടുകളി എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് പുള്ളി ഒരു കലാകാരനായി. അതുകൂടാതെ വേറെ ഒരു ചേട്ടൻ ഈ ഡോക്യുമെൻ്ററി ഒക്കെ കളിക്കാനായിട്ട് പോകും. അപ്പം ഞാൻ ആലോചിച്ചിടാ അവർക്ക് വാങ്ങിയിരിക്കുമ്പോൾ നമ്മളെ. അപ്പം ഞാനിങ്ങനെ നാടകങ്ങൾ അവരാരും ഒരു വിലക്കും കൽപ്പിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഞാൻ പറഞ്ഞില്ല ഒരു കഥാപ്രസംഗം പറയാനായിട്ട്. അപ്പം അവരെല്ലാം സഹകരിച്ച്. പിന്നെ ഞാനൊരു കലാകാരനായിട്ട് അങ്ങനെ നടന്നു. എൻ്റെ പിന്നിലേക്ക് വന്ന് ചോദ്യങ്ങളൊന്നുമില്ല. നീ എന്താടാ പണിക്ക് പോകാത്തൊന്നും ചോദ്യങ്ങളൊന്നുമില്ലായിരുന്നു. നമ്മുടെ ഇഷ്ടം നമ്മൾ കളിച്ചു. പിന്നെ അത് ആ വഴി വിദ്യാഭ്യാസവും SLC വരെയും നമുക്ക് പോകാൻ സാധിച്ചുള്ളൂ. പിന്നെ അത് ബ്രേക്കായിപ്പോയി. നമ്മളിതിൻ്റെയൊക്കെ പുറകെ പോകുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളാണ്. അന്നത്തെ കാലത്ത് സാമ്പത്തികമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ 1 രൂപ 2 രൂപ 3 രൂപ എന്നുള്ള. ഇപ്പം അതല്ല. ഇപ്പം 10,000 കൊടുത്താലും ആളുകൾക്ക് ഭയങ്കര അതൃപ്തിയല്ലേ. അന്ന് 1 രൂപ 2 രൂപ 5 രൂപ. പണ്ട് ബാല്യ കളിച്ചപ്പോൾ എനിക്ക് 50 രൂപ കിട്ടിയ സന്ദർഭമൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ പോണത്. അതെ. ഇപ്പോ SP പിള്ള സാറിനെയാണ് കൂടുതലായിട്ട് സാർ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ കുറെ സ്റ്റേജ് ഷോസ് ഉണ്ടെങ്കിലും ആൾക്കാർ വന്ന് പറയുന്നത് ഈ ഒരു ക്യാരക്ടർ ചെയ്യാനായിരിക്കുമല്ലോ അല്ലെ? അപ്പോ ആ സാറിനെ കുറിച്ചൊന്ന് പറയാമോ? SP പിള്ള ചേട്ടൻ അതുല്യ പ്രതിഭയാണ്. അദ്ദേഹം പിന്നെ എടുത്തിട്ടുള്ള എല്ലാ മേഖലയും സൂപ്പറാണ്. പാട്ടുകളൊക്കെ എന്ന് അവളുടെ എല്ലാ പാട്ടും കണ്ടം വെച്ചൊരു കോട്ട് അങ്ങനെ ഒത്തിരി പാട്ടുകളിലൂടെയും ഒത്തിരി സംഭാഷണങ്ങളെയും. ചെമ്മീൻ പടത്തിനകത്ത് എത്ര സൂപ്പറായിട്ട് പുള്ളി അഭിനയിച്ചിരിക്കണത്. എടീ നല്ല വേണ്ടേ നീ അങ്ങാട്ട് പോവുകയാണ് അല്ലേ നീ എങ്ങാട്ട് പോവുകയെന്നാ പറയണത്. ആണ്ട കൊച്ചു മുതലാളി നമുക്ക് വള്ളവും മലയും തരത്തില്ല എന്ന് പോ മരക്കാരെ പോടി മരക്കാത്തി എന്ന് പറയുന്ന ഡയലോഗ് കറക്റ്റ്. ആ ഡയലോഗ് പറഞ്ഞ അതുല്യമല്ലേ? തീർച്ചയായും. അവരുടെ ആക്ഷൻ എന്താ പറയാൻ പറ്റിയില്ല. അതാണ് സംഭവം. അത് SP പിള്ളച്ചേട്ടന് മറക്കാൻ പറ്റിയില്ല. എനിക്ക് ആ ഫിഗർ വന്നപ്പോഴാണ് ഞാൻ അത് മഞ്ജുപിള്ള നമുക്ക് വേണ്ടി ഒത്തിരി പ്രശംസ പറഞ്ഞിട്ടുണ്ട്. മഞ്ജുപിള്ള നേരിൽ കണ്ട് ലൈവ് കണ്ടായിരുന്നു. 2 പ്രോഗ്രാമും കണ്ടായിരുന്നു. അവർ തന്നെ എനിക്കൊരു പരസ്യം, അവരല്ല മഴവിൽ മനോരമക്കാർ വേറെ ഏത് പ്രായത്തിലും പാടാൻ പറഞ്ഞു ഒരു പരസ്യം തന്നു. ഇന്ദ്രൻസിൻ്റെ കൂടെ കേരള ബാങ്കിന്റെ പരസ്യം നടത്തിയിട്ടുണ്ട്. അതെല്ലാം ആ ഇതിലുണ്ട്. അങ്ങനെ ഇന്ദ്രൻസിൻ്റെ കൂടെ എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനായിട്ട് അവസരം കിട്ടിയായിരുന്നു. സാറ് പാടുമെന്ന് നമുക്കറിയാം. രണ്ടുപേരും നമുക്ക് വേണ്ടിയിട്ട് പാടാം. ആത്മസഖി അനുരാഗ നർമ്മത തീരത്തു നിൽപ്പു ആകാശ പുഷ്പങ്ങൾ ചൂടി ആകാശ പുഷ്പങ്ങൾ ചൂടി അജ്ഞാത സഖി ആത്മസഖി അനുരാഗ നർമ്മത തീരത്തു നിൽപ്പു നീ ആകാശ പുഷ്പങ്ങൾ ചൂടി ആകാശ പുഷ്പങ്ങൾ ചൂടി. വളരെ മനോഹരമായിട്ട് സാറ് പാടുന്നുണ്ട്. ഇപ്പൊ ഒരു സകലകലാ വല്ലഭൻ തന്നെ നമുക്ക് സാറിന് അഭിസംബോധന ചെയ്യാം അല്ലേ സാർ? ഇതിന്റെ ഡാൻസ് അറിയാം, കുറച്ച് ഡാൻസ് പഠിച്ചിട്ടുണ്ട്. ഞാന് സാറിന്റെ മഴൽ മനോരമയിലെ കിടിലെന്ന് പറഞ്ഞ പരിപാടി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് സാറും വേറൊരു മാമും കൂടിയിട്ട് ഡാൻസ് കളിക്കണത് ഒരു പാട്ടാണ്. അതെ അതെ. നമുക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരാനായിട്ട് സാധിക്കുമോ? என்ன
darling. And all take it off, my darling. അതിൻ്റെ അവർ കൂടി ഉണ്ടെങ്കിൽ ആ എനർജി feeling വരുള്ളൂ. എനർജി അടിപൊളി. അപ്പോൾ ആ ഒരു കിടിലം എന്ന് പറയുന്ന മഴവിൽ മനോരമയിലെ ചാനലിൽ വന്ന പ്രോഗ്രാം നമുക്ക് ദേ ലൈവായിട്ട് ഇവിടെ കാണിച്ചു തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പോരായ്മ ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇത് അടിപൊളിയായിട്ട് എനിക്ക് വന്ന് ഡാൻസ് കളിക്കാനൊക്കെ ആയിട്ട് തോന്നിയത് അടിപൊളിയായിരുന്നു. കറക്റ്റ് മൂവ്മെന്റ് കിട്ടണം, അവർ വേണം, അതെ അതെ, മേക്കപ്പ് വേണം, ഡെത്തായ ശബ്ദം കിട്ടണം, ശബ്ദം ലസ്സല്ല. ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു കിടിലം എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് നമ്മുടെ പിഷാരടി ചേട്ടൻ, മുകേഷ് ചേട്ടൻ, നവ്യ നായരായിരുന്നു. അപ്പൊ അവരിൽ നിന്ന് അവരുടെ മുന്നിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യം, വലിയൊരു കാര്യമാണ്. അപ്പൊ അതൊന്ന് അവര് പറഞ്ഞൊരു വാചകമുണ്ട്. അപ്പൊ എന്നെ പുള്ളിക്കാരി ഇങ്ങനെ രണ്ടുപേരല്ലേ ഉള്ളു, ഉഷച്ചേച്ചേക്കാൾ കൂടുതലും ഞാൻ നോക്കിയത് ചേട്ടനാന്ന്. ആണല്ലേ? അതിനകത്തുണ്ട് ശബ്ദം. അത് ഞാൻ ചേട്ടനെ ശ്രദ്ധിച്ചിരുന്നു. ഇത്രയും ചേട്ടനത് ചോദിച്ചിട്ട് ഈ സിനിമാ വേദികളിൽ എത്താത്ത എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അതറിയാൻ പറ്റിയല്ലോ. ഹലോ ഏട്ടാ, ഇനി ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 പടത്തിനകത്ത് ഓട്ടോമാറ്റിക്കലായിട്ട് അങ്ങനെ വന്നായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ മഴവിൽ മനോരമയിലെ നമ്മുടെ സുരാജ്, അദ്ദേഹത്തിന്റെ കൂടെ ഒരു പ്രോഗ്രാം അതിനകത്ത് കമന്ററി ഉണ്ടല്ലോ. അതെ അതെ, ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോ അദ്ദേഹത്തിനോടൊപ്പം ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാമോ? എക്സ്പീരിയൻസ് പറഞ്ഞാൽ ആ പാട്ടിൽ മാത്രം. അപ്പൊ പുള്ളി അത്ഭുതമായിട്ടാ ഇങ്ങനെ ഒരു ഫിഗർ കാണുന്നതേ. പുള്ളി പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഫിഗർ കാണുന്നു. ഇത് മുമ്പ് ഒരു പയ്യൻ അഭിനയിച്ച ഫിഗർ ഇല്ലാതെ ഇപ്പൊ ആണ് ചേട്ടാ നന്നായിട്ട് കാണിക്കാൻ പറ്റിയത്, ധാരാളം സ്റ്റേജൊക്കെ കിട്ടട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് പറഞ്ഞു പിരിച്ചായിരുന്നു. അതും അവിചാരിതമായി കിട്ടിയൊരു സംഭവമാണ്.